പുരോഗതിയുടെ അളവുകോൽ ഏത് ദിശയിൽ കാണണം? ബഹിരംഗ ദൃഷ്ടിയിൽ കാണണമോ അന്തരംഗ ദൃഷ്ടിയിൽ കാണണമോ? അന്തരംഗ ദൃഷ്ടിയിലാണെങ്കിൽ കർമ്മത്തെ സാധൂകരിക്കുന്നത് അത്രയും കാമമാണ്. സജീവമായി സംപ്രേഷണം ചെയ്ത കാമം പൂർവവാസനകളിൽ നിന്ന് ഉത്ഭുല്ലവും വർത്തമാന കർമ്മകലാപത്തിന് ജീവനും ഭാവിയെ വർത്തമാനത്തിൽ കൊണ്ടുവന്ന് പ്രതീക്ഷയുടെ അങ്കുരങ്ങൾ തരുന്നതുമാണ്. ആശ, പ്രതീക്ഷ ഇവ സംഗതത്തോട് യോജിക്കുന്നത് പലപ്പോഴും കാമത്തിൽ നിന്നല്ല, യാദൃച്ഛികതയിൽ നിന്നുമാണ്. ആശ, പ്രതീക്ഷ, സംഗതം മൂന്നാണ്. ആശ ഇല്ലാത്ത ഒന്നിലുള്ള കാമമാണ്. പ്രതീക്ഷ ഉണ്ട് എന്ന് തോന്നിയ ഒന്നിനെ കാത്തിരിക്കലാണ്. സംഗതം കയ്യിൽ വന്നതാണ്. കർമ്മത്തിന്റെ ഈ 3 ദിശകൾ ഭൂതം, ഭാവി, വർത്തമാനം ഇവ 3 വർത്തമാനമെന്ന ഏകമായ ഒന്നിലാ കളിക്കുന്നത്. ഭൂതത്തിൽ സംജാതമായ കാമത്തിന് വർത്തമാനത്തെ ചെലവഴിച്ച് ഭാവിയിൽ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫലത്തിൽ ഉത്സുകനായിട്ടാണ് എല്ലാവരും പ്രായണ കർമ്മം ചെയ്യുന്നത്. സത്യത്തിൽ ഇല്ലാത്തൊരു ഭാവിയെ വർത്തമാനത്തിൽ നീതമാക്കി കർമ്മത്തെ ചെയ്യുമ്പോൾ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളാകുന്ന വിഭൂതികളെ 3നെയും ഈ കാലപ്രക്രിയയിൽ തളച്ചിടുമ്പോൾ ഞാൻ ഇന്ന് കർമ്മത്തെ ചെയ്യുന്നു, നാളെ അത് ഇന്ന ഫലത്തെ തരും, ഈ കർമ്മം കഴിഞ്ഞ് നാളെ എന്റെ വർത്തമാനമാവുമ്പോൾ ഫലം വേറൊന്നായാൽ പോലും മറന്ന് അതിനടുത്ത നാളേക്ക് വേറൊരു ഫലത്തെ പ്രതീക്ഷിച്ച് അപ്പോൾ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ വിഷമമില്ലാതെ ഞാൻ എന്നും ഭാവിയിൽ പ്രതീക്ഷയും വർത്തമാനത്തിൽ കർമ്മവുമായി അജ്ഞനായി നീങ്ങും. എപ്പോഴെങ്കിലും കർമ്മമില്ലാതെ വരികയും പ്രതീക്ഷിച്ച ഫലത്തിൽ മനസ്സും ശരീരവും നിലകൊള്ളുകയും ചെയ്താൽ ഞാൻ അസ്വസ്ഥചിത്തനുമാവും. ലോകം പ്രായേണ ഇന്നൊരു കർമ്മം ചെയ്യുന്നു, നാളെ ഒരെണ്ണം കിട്ടാൻ അതൊരു പകുതിക്ക് വെച്ച് നിർത്തി വേറൊരു പ്രതീക്ഷയിലേക്ക് നീങ്ങുന്നു. ആട് വളർത്തലിന് പോകുന്നു, കാശ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അത് പകുതി വഴി എത്തുമ്പോഴേക്ക് തേക്കിലാകുന്നു, തേക്കിലേക്ക് പോകുന്നു, തേക്ക് പകുതിയാകുന്നതിന് മുമ്പ് മാഞ്ചിയത്തിലേക്ക് വീഴുന്നു. ഇല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ നമ്മള്? മകളുടെ പഠിപ്പും അവളുടെ കല്യാണവും ഒക്കെ ഒരു കർമ്മമായി പ്രതീക്ഷിക്കുന്നു. അതൊരുമാതിരി രൂപപ്പെടുത്തുന്നതിന് ഓടുന്നതിനിടയിൽ മകന്റെ കാര്യം വരുന്നു. മകന്റെ കാര്യത്തിനിടയിലാണ് ഓർത്തത്, അപ്പുറത്ത് വീടിന്റെ കാര്യം വരുന്നു. ഇങ്ങനെയുള്ള കർമ്മകലാപങ്ങളിൽ ഒന്നൊഴിയാതെ ഒന്നിലേക്ക് ഇങ്ങനെ മാറി മാറി ഓരോരുത്തരും
ലോക്കൽ കമ്മിറ്റിയിൽ ഒരു സ്ഥാനം കിട്ടാൻ മത്സരിക്കുന്നതിനിടയിൽ അത് വേറൊരുത്തന് കൊടുക്കുമ്പോൾ അപ്പുറത്ത് രാജ്യസഭയിലേക്ക് കിട്ടുമെന്ന്, അത് വേറൊരുത്തനായിത്തീരുമ്പോൾ ഇപ്പുറത്ത് കയറിപ്പറ്റാവുന്ന ഒക്കെ നിശബ്ദതയിൽ പ്രതീക്ഷകൾ ഉള്ളിടത്തോളം കാലം അച്ചടക്കമുള്ള പ്രവർത്തകനായി നീങ്ങുകയും ഒരു പ്രതീക്ഷയും ഇല്ലാതാകുമ്പോൾ, എങ്കിലും ശങ്കരാചാര്യ പറഞ്ഞ് പണ്ഡിതനും പശുവും തുല്യമാണെന്നാണ്. പശുവിനെ പുല്ല് കാണിച്ചാൽ അതിങ്ങനെ പുറകെ പൊക്കോളും. ഈ എറണാകുളത്തുനിന്ന് ഈ കാളവണ്ടി തൊടുപുഴ എത്തുന്നത് വളരെ വേഗത്തിലാണ്. പണ്ട് കാലത്ത് വണ്ടിയിൽ നിറച്ച് തുണി ഉണ്ടാവും, നിരനിരയായിട്ട് കാളവണ്ടി ഉണ്ടാവും. വണ്ടിക്കാരൻ കിടന്നുറങ്ങും. കാള തളരാതെ രാത്രി മുഴുവൻ ഓടിക്കും. കാരണം ഇതിന്റെ നാവിന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന അകലത്തിൽ ഒരു കെട്ട് നല്ല നേപ്പിയർ പുല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഓടുമ്പോൾ ഈ പുല്ലും ഓടുന്നുണ്ടെന്നുള്ള വിവരം പാവത്തിന് അറിയാത്തിടത്തോളം ഇത് ഓടിക്കും. എറണാകുളത്തുനിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന വണ്ടിയൊന്നും കണ്ടിട്ടില്ല. വണ്ടി കാളവണ്ടിയേ ഉള്ളൂ. നിരനിരയായിട്ടിങ്ങനെ റാന്തലും കത്തിച്ചിട്ട് വണ്ടിയിലായി തുണിയൊക്കെ കൊണ്ടുപോകുന്നത്. ഇത് തുണിക്കെട്ടിങ്ങനെ ലൈനായിട്ട് കൊണ്ടുപോകുന്നതാണ്. തുണി മാത്രമല്ല, ഈ പ്രൊവിഷൻ സാധനങ്ങള് ഒക്കെ കാളവണ്ടിയിലായി. അരി അതും ഇങ്ങനെ തന്നെയാണ്. അതിങ്ങനെ കൃത്യമായിട്ട് വെച്ചിട്ടിട്ടുണ്ട്. ഇവനിങ്ങനെ നാക്ക് നീട്ടി ഇതിനെ പിടിക്കാൻ മത്സരിച്ചാണ് ഓടുന്ന കാള. ഇപ്പം നാക്ക് നീട്ടി ഞാൻ ഈ പുല്ല് തിന്നുമെന്നും പറഞ്ഞാണ് ഓടുന്നത്. പാവം ഓടി ഇവിടെ എത്തുക എന്നല്ലാതെ അതിലൊരു രസമുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാലും ഈ പുല്ല് അവന് തിന്നാൻ കൊടുക്കില്ല. ഇതിനെ അഴിച്ച് ആദ്യം ഈ പുല്ല് അവിടെ നിന്ന് മാറ്റി വെച്ച് ഇതിനെ അഴിച്ച് അപ്പുറത്തേക്ക് മാറ്റി കുറെ കച്ചിയിട്ട് കൊടുക്കും. കാരണം ഇത് ഒരിക്കൽ തിന്നാൽ ഇവൻ പിന്നെ ഓടില്ല. കാളയാണെങ്കിലും അതിന് വിവരമുണ്ട്. ഈ പുല്ല് ഇത്രയേ ഉള്ളൂ മണ്ണാൻ കെട്ടാൻ തീരുമാനിച്ചാൽ ഇവൻ പിന്നെ ഓടില്ല, നമ്മളോടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാളയാണെങ്കിലും അവന് വിവരമുണ്ട്. വണ്ടിക്കാരൻ അതുകൊണ്ട് ആ കെട്ടാദ്യം ഇവനെ അവിടുന്ന് അഴിക്കുന്നതിന് മുമ്പ് കെട്ടെടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് കുറെ കച്ചി വലിച്ചിട്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ ആത്മീയവും ഭൗതികവുമായ കർമ്മലോകങ്ങളിൽ ഈ വണ്ടിക്കാളകളെല്ലാം വണ്ടി പിടിക്കും. പോരുന്ന വഴിക്ക് ഇറക്കി എഴുന്നള്ളിക്കുന്നത് പോലെ കിട്ടുന്ന കുറെ പച്ചവെള്ളവും കുറെ വൈക്കോലും ഇനി ഒരു കാലത്ത് കിട്ടാതിരിക്കുന്ന നേപ്പിയർ പുല്ലും. ഇപ്പൊ നേപ്പിയർ പുല്ലിന്റെ കാലമല്ല, ഇറ്റാലിയൻ പുല്ലിന്റെ കാലമാണ്. ഞാൻ വീട്ടുമുറ്റത്തൊക്കെ അതാ വച്ചു പിടിപ്പിക്കുന്നത്. ഈ കഥ രസകരമാണ്. ഭാവനയുണ്ട്, കാണാം. പലപ്പോഴും ഇങ്ങനെയാണ് കർമ്മരംഗം എന്നും ഇങ്ങനെ. അപ്പൊ കർമ്മത്തില് അതിന്റെ ഹേതു കാമമാണ്. ഇച്ഛ, സങ്കല്പം, കാമം. എപ്പോൾ ഇച്ഛ ആവിർഭവിക്കുന്നുവോ, സങ്കല്പം ആവിർഭവിക്കുന്നുവോ, കാമം ആവിർഭവിക്കുന്നുവോ, ബോധം മറയുന്നു. ഇച്ഛയും കാമവും സങ്കല്പവും ബോധവും ഒരുമിച്ചിരിക്കുകയില്ല. ബോധത്തെ മറയ്ക്കാതെ ഒരു കാമവും സങ്കല്പവും ഉണ്ടാവില്ല. ബോധം ആനന്ദരൂപമായിരിക്കുന്ന ആനന്ദത്തെ മറയ്ക്കാതെ കർമ്മവുമില്ല. വന്നു ഭവിച്ച ഇച്ഛയും കാമവും കർമ്മമായി രൂപാന്തരപ്പെടുമ്പോൾ ജീവന്റെ ബോധത്തിന്റെ മേൽ ഏറ്റ അധ്യാസമെന്ന പാപമാണ്
കർമ്മം കൊണ്ട് കഴുകിക്കളയുന്നത്. ഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട്. ഇതാണ് അന്തരംഗ സാധനയുടെ ശാസ്ത്രീയമായ വഴി. ഇതിനാണ് കർമ്മത്തിന്റെ സ്വരൂപം അറിയണം എന്ന് പറഞ്ഞത്. സ്വരൂപം എന്ന് പറയുമ്പോൾ ഇച്ഛയിൽ, കാമത്തിൽ, ഇച്ഛയിൽ, സങ്കല്പത്തിൽ, കാമത്തിൽ ആവിർഭവിച്ച് സ്ഥൂലമായ കർമ്മമായി ഗതീയതയിൽ ശരിക്ക് ചിന്തിച്ചാൽ അതിന്റെ സങ്കല്പജന്യങ്ങളായ ലോകങ്ങൾ, ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉണ്ടാക്കുന്ന ലോകം, ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ലോകം, ഇന്ദ്രിയജനിത വാസനയുടെ അനുബുദ്ധതയുണ്ടാക്കുന്ന ലോകം. ശാസ്ത്രപദങ്ങൾ ദഹിച്ചില്ലെങ്കിൽ പറയാം, ഉദാഹരണമാകാം. അടുക്കളയിൽ അമ്മയുണ്ടാക്കുന്ന ഒരാഹാരത്തെ, അതിന് കടുക് ഉറക്കുന്ന ഒരു ശബ്ദത്തെ ആണ് ഞാനിപ്പോ കാണുന്നത്. ആ കാണുന്ന വേളയിൽ സ്ഥൂലമായ എന്റെ അനുഭവം അമ്മയ്ക്കും എനിക്കും തുല്യമാണ്. അമ്മ നല്ല ആഹാരമായി എനിക്ക് പൊങ്കലുണ്ടാക്കി തരാൻ പോവുക. കടുകും ജീരകവും ഒക്കെ പൊട്ടിച്ചു. അതിലേക്ക് നല്ലതുപോലെ വെന്ത ചോറ് കടുക് വറുത്തെടുക്കാൻ പോവുക. അതിനുള്ള അച്ചാറുകൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഇത് കടുക് വറക്കാൻ തുടങ്ങുമ്പോൾ കഴിഞ്ഞ ജന്മത്തില് ഇതുപോലൊരു പൊങ്കലാണ് 4 ദിവസം ഛർദിയും വയറിളക്കവുമായി എന്നെ കെടുത്തിയതെങ്കിൽ എന്റെ ബ്രെയിനിന്റെ സിനാപ്സ് ആ കടുക് പൊട്ടുന്ന ശബ്ദവും പൊങ്കലിന്റെ മണവും വമിക്കുമ്പോൾ, ആ ഛർദിയുടെ വികാരം എന്നിൽ ഉണ്ടാക്കുമ്പോൾ, പൊങ്കൽ എടുത്തെറിയുന്നതിനേക്കാൾ ഞാൻ അമ്മയോട് വഴക്കുണ്ടാക്കും, ചീത്ത വിളിക്കും. കാരണമറിയാതെ അമ്മ വിഷമിക്കും. വളരെ സ്നേഹത്തോടെ പൊങ്കൽ ഉണ്ടാക്കുന്നു എന്ന സ്ഥൂലാനുഭവത്തിൽ ഞാനും അമ്മയും ഒരുമിച്ചാണ്. പൊങ്കലെന്ന എന്റെ ഇന്ദ്രിയജനിത അനുഭവം ഉൽപ്പന്നമാക്കുന്ന, എന്റെ ജനിതക സ്മൃതിയിലെ വാസനയുണ്ടാക്കുന്ന എന്റെ സൂക്ഷ്മ ശരീര താതാത്മ്യം അമ്മയ്ക്കന്യമാണ്. ഇവിടെയാണ് എല്ലാ ശാസ്ത്രങ്ങളും നിയമങ്ങളും കൂട്ടായ്മകളും താറുമാറാകുന്നത്. നിങ്ങളുടെ കൂട്ടായ്മകൾക്ക്, ഉപദേശങ്ങൾക്ക്, പ്രവചനങ്ങൾക്ക് ഇന്ദ്രിയജനിത അനുഭവത്തിന്റെ സ്ഥൂല ശരീര പരിധി വരെ മാത്രമേ സഞ്ചരിക്കാനാവൂ. അതുകൊണ്ട് ഈ പ്രക്രിയകളൊന്നും ആത്മസ്മൃതിയിലേക്ക് മർത്യനെ എത്തിക്കുകയില്ല. തുടരാം. അപ്പൊ ഒരു ചെറിയത് എന്റെ മസ്തിഷ്കം അതിന്റെ സിനാപ്സുകളിൽ, സിനാപ്സ് എന്നാ പറയാ, ന്യൂറോണിന്റെ സിനാപ്സുകൾ ദശലക്ഷക്കണക്കിനായി വാ, 1, 2 ഒന്നുമല്ല. ഞാൻ ഇന്ന് കാണുന്ന ഒരു വസ്തുവിനെ വേറൊരാളും കാണുമ്പോൾ സ്ഥൂലമായ അനുഭവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നാണെങ്കിലും ആ വസ്തുത എന്റെ ന്യൂറോണിൽ ഉണ്ടാക്കുന്ന ഭാവഭേദവും സിനാപ്സിൽ ഉണ്ടാക്കുന്ന ഭാവതലവും അത് എന്റെ കൈകാലുകളിലേക്ക് ആവഹിക്കുന്ന അറിവും എന്റെ പെരുമാറ്റ ചട്ടങ്ങളും ഒരിക്കലും സമാനങ്ങളല്ല. സമാനങ്ങളാകണമെങ്കിൽ എന്റെ മസ്തിഷ്കത്തിന്റെ ഹാർഡ്വെയറുകളിൽ നിന്ന് ഒട്ടേറെ പൂർവാനുഭവത്തിന്റെ സ്മൃതികളെ
കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണം. സാധാരണ പോലെ ഡിലീറ്റ് ചെയ്താൽ പോരാ. ഒരിടത്ത് ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് ഹിസ്റ്ററിയിൽ പോയി ചിലപ്പോൾ കിടക്കും. ഞാൻ പറയുന്നത് ശരിയായിരിക്കുമെന്ന് കമ്പ്യൂട്ടർ അറിയുന്നവർ ശ്രദ്ധിച്ചോ. ചിലത് ഹിസ്റ്ററിയിൽ പോയി കിടക്കും, ചിലത് നമ്മുടെ പേഴ്സണൽ ഫയലുകളിൽ കിടക്കും. ഇവിടെ നിന്നൊക്കെ മാറ്റിയെന്ന് വിശ്വസിച്ച് സമാധാനിച്ചിരുന്നാൽ ഇവ കമ്പ്യൂട്ടറിന്റെ സ്മൃതിമണ്ഡലത്തിന്റെ അന്തർധാരയിൽ പോയി കിടക്കും, പുറത്തൊന്നും കാണാനില്ലാതെ. ഇവിടെ നിന്നെല്ലാം നാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഒരു വടു അതിന്റെ ഹാർഡ്വെയറുകളിൽ തങ്ങി നിൽക്കും. ഹാർഡ്വെയർ ഉടച്ചു വാർക്കുന്നത് വരെ. നിങ്ങൾ എങ്ങനെ ഡിലീറ്റ് ചെയ്തതായാലും വൈദഗ്ധ്യമുള്ള ഒരുവൻ അതിനകത്തുനിന്ന് അത് ചെരഞ്ഞെടുത്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ എന്ന അർത്ഥമില്ലാത്തതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മസ്തിഷ്ക കമ്പ്യൂട്ടറിന്മേൽ യാതൊരു നിയന്ത്രണവുമില്ല. ഇവിടെയാണ് നമുക്ക് പണി പഠിക്കേണ്ടി വരുന്നത്. ഇത്ര അറിഞ്ഞിട്ട് വേണം തുടങ്ങാൻ. ഇത് അറിഞ്ഞിട്ടാണ് ഋഷിമുനിമാർ തുടങ്ങിയത്. ഇതറിയാതെയാണ് ചെപ്പടി വിദ്യയുമായി നിർമ്മലാനന്ദഗിരിയും ഒക്കെ ഇറങ്ങുന്നത്. ദക്ഷിണ വിരിക്കാൻ കൊള്ളാം എന്നല്ലാതെ കളി നടക്കില്ല. നിങ്ങൾ എന്തു പ്രതീക്ഷിച്ചു വന്നു? പണ്ട് യേശുക്രിസ്തു ചോദിച്ചതുപോലെ കാറ്റത്താടുന്ന ഞാങ്ങണയോ? പണ്ട് കേസറിയയിൽ വെച്ച് ക്രൈസ്റ്റ് അവിടെ വന്ന് അനുവാചകരോട് ചോദിച്ച ചോദ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുത സമസ്യകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മാനവ മസ്തിഷ്കത്തിന്റെ ഈ അന്തസ്ഥിത ഭാവങ്ങളെ ഒരു നോക്കൊന്ന് കണ്ട് അതിന്റെ സൃഷ്ടി വൈചിത്ര്യം അറിഞ്ഞ് കഴിഞ്ഞു വേണം നിങ്ങൾ. 50 100 ജന്മങ്ങൾക്കപ്പുറം 5000 60,000 ജന്മാന്തരങ്ങൾക്ക് മുമ്പ് എവിടെയോ കണ്ടതും എവിടെയോ പരിചയപ്പെട്ടതുമായ ഒരു കാര്യത്തെയോ വസ്തുവിനെയോ ഒരു ആശയത്തെയോ ഒരു ആദർശത്തെയോ സ്മൃതിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ചെറിയ ഇലയുടെ ഇളക്കം എന്റെ കണ്ണുകളിൽ പെട്ടാൽ മതിയെങ്കിൽ, ഒരു പുൽക്കണത്തിൽ ഇരിക്കുന്ന മഞ്ഞുതുള്ളി മതിയെങ്കിൽ, ഞാൻ കാണുന്നതും ഞാൻ അനുഭവിക്കുന്നതും തമ്മിലുള്ള അന്തരം, ഞാൻ കാണുന്നതും ഞാൻ എത്തിച്ചേരുന്നതും തമ്മിലുള്ള അന്തരം, ഞാൻ കേട്ടതും കണ്ടതും സ്പർശിച്ചതും ദർശിച്ചതുമായ വസ്തുക്കളിൽ നിന്ന് ഞാൻ എത്തിച്ചേർന്ന വിഭൂതികളുടെ ലോകം എത്ര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴാണ് മാനവ പുരോഗതികളെ മുഴുവൻ ഈ ഒരു അന്തരാളത്തിൽ നിന്ന് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ശുദ്ധമേ മായാവൃതം എന്ന് പറയാൻ കഴിയുക. കനത്ത നിശബ്ദത തന്നെ ചെറുതായിട്ട് പേടിപ്പിക്കും. നമ്മുടെ അകാരണമായ കോപം, കാരണമില്ലാതെയുള്ള നമ്മുടെ പരുഷ വചനങ്ങൾ, കാരണമേയും നമുക്ക് തന്നെ തിരിയാത്ത നമ്മുടെ അംഗചലനങ്ങൾ,
നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാനാവാത്ത വിധം സങ്കീർണമായ നമ്മുടെ രോഗങ്ങൾ, അസാധാരണമായ ഉന്മേഷം, അനിതര സാധാരണമായ ആലസ്യം, കാഴ്ചശക്തിയിലും കേൾവിശക്തിയിലുമൊക്കെ ഒരു പ്രതീക്ഷയുമില്ലാതെ നമുക്ക് വന്നുപോകുന്ന മങ്ങലും തെളിമയും എല്ലാം നമ്മുടെ സ്മൃതിമണ്ഡലത്തിന്റെ അന്തർധാരകളിൽ ഒന്നിൽ നിന്ന് നമ്മുടെ മുമ്പിലെത്തുന്ന വസ്തുക്കളിൽ നിന്ന് പരതിച്ചെന്ന നമ്മിലെ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവൻ കണ്ടെടുത്ത് നമ്മുടെ മുമ്പിൽ നിരത്തി ഭയത്തിന്റെയോ സ്നേഹത്തിന്റെയോ കാരുണ്യത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ വ്യത്യസ്ത ഭാവങ്ങളെ, ആ പ്രാചീനങ്ങളായ അനുഭവങ്ങളെ ഓർമ്മിപ്പിച്ച് വരുത്തി അവയ്ക്ക് കാരണമല്ലാത്ത ഇന്നത്തെ അവസ്ഥയിലെ ഇന്നത്തെ വസ്തുവിന് മുമ്പിൽ ആ ഭാവങ്ങൾ മാറി മാറി കളിക്കുമ്പോൾ ഏത് ശാസ്ത്രജ്ഞനും അത്ഭുതപ്പെട്ടു പോകുന്ന ന്യൂറോണുകളുടെ ലോകം, സിനാപ്സുകളുടെ ലോകം, മസ്തിഷ്ക പര്യങ്കാധര ദേശത്തിന്റെ അതിസങ്കീർണ പ്രവാഹങ്ങളുടെ ലോകം, ഇവയൊന്നും കണക്കിലെടുക്കാതെ ഒന്ന് പത്മാസനത്തിലിരുന്നാൽ, ഒന്ന് വജ്രാസനത്തിലിരുന്നാൽ, 4 പ്രാവശ്യം ഒരു മൂക്കടച്ച് മറ്റേ മൂക്കിലൂടെ ചീറ്റിയാൽ ഈ ലോകമൊക്കെ ശാന്തമാകുമെന്നും ഈ പ്രപഞ്ചമാകെ നമ്മുടെ കാൽക്കീഴിൽ അമരുമെന്നും വിഭൂതികളുടെ ലോകങ്ങളിലേക്ക് നാം ഉടനെ എടുത്തെറിയപ്പെടും എന്നുമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കത്തക്ക വിധത്തിൽ നാം മണ്ടന്മാരായി തീർന്നിട്ടുണ്ടെങ്കിൽ സഞ്ചരിച്ചു നോക്കാം. കിടക്കുന്നതുവരെ സുഖമായിരുന്നു രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഏതോ ഒരു പക്ഷിയുടെ കൂവൽ അകത്തെ ഓർമ്മകളിലേക്ക് ഭയത്തിന്റെ ശങ്കകളെ കൊണ്ടെത്തിച്ച് കാരണമറിയാതെ ഭയപ്പെട്ട് വെളിയിലേക്ക് വരുമ്പോൾ ഒരു ശബ്ദത്തിന് എത്ര പൂർവജന്മങ്ങളെ മറികടന്ന് ചെന്ന് അതിൻ്റെ ഇടയിൽ നിന്നൊരു അന്തരാള ഘട്ടത്തെ തപ്പിയെടുത്ത് നമ്മെ ഭയചകിതരാക്കാൻ കഴിയുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ അത് തിരിച്ചറിയാതുണ്ടായ ആലസ്യത്തിനും രോഗത്തിനും കാര്യകാരണ പടലങ്ങൾ അപഗ്രഥിക്കാൻ കഴിയാതെ അതിന്റെ തത്വചിന്തയെ ഉൾക്കൊള്ളാതെ തത്വചിന്തയില്ലാത്ത ഏതോ കെമിക്കലുകൾ ഔഷധരൂപേണ തന്ന് സമാധാനിപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ശാസ്ത്രങ്ങളും അതിന്റെ ഊടും പാവും അഴിച്ചു നോക്കുവാനുള്ള അന്തർദൃഷ്ടികളൊന്നും രൂപപ്പെടുത്താത്ത വിഷഗുര പ്രമാണിമാരും അവയെക്കുറിച്ചൊരു യാതൊരു ബോധവും ജനിക്കാത്ത ശാസ്ത്രജ്ഞാനമുള്ള ജനസന്തതിയും എല്ലാം നിലകൊള്ളുന്ന ലോകത്ത് എല്ലാം ഒരു കച്ചവടത്തിന് മാത്രം ഉതകുന്നതിനപ്പുറം സത്യതയ്ക്ക് പ്രസക്തിയുണ്ടാകുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും വ്യാമോഹത്തിലാണ്. നല്ലൊരു ആലോചിച്ച് നോക്ക്. മാനവന്റെ പ്രകൃതിയെ തിരിച്ചറിഞ്ഞാൽ അതിസങ്കീർണമാണ്. $100,000 ബില്യൺ കിലോമീറ്റർ ദൂരം
ഉണ്ടെങ്കിലേ എന്റെയും നിങ്ങളുടെയും മസ്തിഷ്കം പോലൊന്നിനകത്തെ കണക്ഷനുകൾ മാത്രം ചെയ്തു വെക്കാൻ പറ്റും. പ്രാചീനന്റെയും ആധുനികന്റെയും കണക്ക് ഇവിടെ ഒന്നാണ്. $60,000 ട്രില്യൺ വ്യത്യസ്ത കണക്ഷനുകളാണ് ഇതിനകത്തുള്ളത്. ഒരു ശബ്ദമോ ഒരു സ്പർശമോ ഒരു രൂപമോ ഒക്കെ ഒരു നിമിഷാർത്ഥം കൊണ്ട് തന്റെ പുറകിൽ തന്നെ തൊട്ടുരുമ്മി നിൽക്കുന്ന മനുഷ്യന്റെ ഒരു സ്പർശത്തിൽ നിന്ന് മുമ്പിൽ നിൽക്കുന്നയാൾ സ്പർശിക്കുന്നവന് ആ സ്പർശനം ഏതോ പൂർവജന്മ സ്മൃതികളെ ഉണർത്തി സുഖത്തിന്റെ ലോകങ്ങളിലേക്കാണ് ആ സ്പർശനം കൊണ്ടുപോകുന്നതെന്ന് ധരിച്ച് പതുക്കെ പതുക്കെ സ്പർശിച്ചു കയറുമ്പോൾ തന്നെ സ്പർശിക്കുന്നത് ഏതോ ഭീകരതയാണെന്ന സ്വപ്നം സ്പർശനം അനുഭവിക്കുന്നയാളിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ സ്പർശിക്കുന്നവന്റെ കൈത്തലങ്ങളിലേക്ക്, സ്പർശിക്കുന്നവന്റെ ശരീരഭാഗങ്ങളിലേക്ക് തന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ കോമ്പസ് പതുക്കെ വെച്ചു കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ സ്പർശിച്ചവൻ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ബസ്സില് ഒരാളിങ്ങനെ സൈഡിലിരിക്കുക, ഒരു കുട്ടി സൈഡിൽ നിൽപ്പുണ്ട്, ഒരാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പർശിച്ചു വരിക. ഈയുടെ സ്പർശനവും കുട്ടിയുടെ പ്രതികരണവും ഈ കാണുന്നയാൾ നോക്കിക്കൊണ്ടിരിക്കുക. അയാള് എല്ലാം ഇങ്ങനെ കാണാൻ നോക്കുന്നയാളാണ്. അവരെയാണ് കൂടുതൽ സൂക്ഷിക്കുന്നത്. ഈ ലോകത്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർ പലതും ന്യൂറോണിന്റെ തലങ്ങളിൽ പഠിച്ചു നോക്കുമ്പോൾ അത്ഭുതകരങ്ങളായ കാഴ്ചകൾ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. ഓരോ ആട്ടത്തിലും സ്പർശനത്തിന്റെ സുഖം അനുഭവിക്കുമ്പോഴാണ് ഈ കുട്ടി മെല്ലെ ആ സ്പർശനം ദുഃഖമായി അതിന്റെ ന്യൂറോണിൽ കണ്ടെത്തുന്നത്. അപ്പൊ ഉടനെ ആ കുട്ടി കോമ്പസ് വെച്ചു കൊടുത്തു. ഇയാൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. അടുത്ത സ്റ്റോപ്പിൽ ഇനി അടുത്ത വണ്ടിക്ക് വരാൻ വെച്ചു. ടിക്കറ്റ് എടുത്തൊന്നും അടുത്ത സ്റ്റോപ്പിലേക്കല്ല, അതൊക്കെ മറ്റേയാൾ കണ്ടിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. പക്ഷെ കണ്ടയാൾ കുട്ടിയോട് പതുക്കെ പറഞ്ഞു, വെൽ ഡൺ. ചുമ്മാ അറിയാനായിട്ടൊന്ന് പറഞ്ഞു, വെൽ ഡൺ. അടുത്ത സ്റ്റോപ്പിൽ കുട്ടിയാണ്. മറ്റൊരാൾ കണ്ടു എന്നറിഞ്ഞു. ഇയാൾക്ക് കോമ്പസ് വെച്ചതുപോലെ ആയിരിക്കുമോ എല്ലാവരോടും പെരുമാറുന്നത്? ചോദ്യം മനസ്സിലായില്ല. അയാളുടെ സ്പർശനം കുട്ടിയുടെ സിനാപ്സിൽ അയാൾക്ക് ആനന്ദമുണ്ടാക്കിയ സ്പർശനത്തെ ദുഃഖമായാണ് രൂപാന്തരപ്പെടുത്തിയതെങ്കിൽ വേറൊരിടത്ത് വേറൊരാളുടെ സ്പർശനം കുട്ടിയുടെ സിനാപ്സിൽ പൂർവജന്മങ്ങൾ ഉണർത്തുന്നത് ആനന്ദമായിട്ടായിക്കൂടെ? ആ സ്പർശനത്തിൽ നിന്ന് കുട്ടിയുടെ ചെയ്തിയെ ധാർമ്മികതയുടെയും നീതിശാസ്ത്രത്തിന്റെയും തത്വസംഹിതകളിൽ വ്യാഖ്യാനിക്കുമ്പോൾ ആ കുട്ടി ചെയ്തത് ശരിയാണെന്നും അയാൾ ചെയ്തത് തെറ്റാണെന്നും മാനുഷിക മൂല്യങ്ങളെ വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ശബ്ദത്തിന്റെയും സ്പർശത്തിന്റെയും രൂപത്തിന്റെയും രസത്തിന്റെയും ഗന്ധത്തിന്റെയും ലോകങ്ങളിൽ പൂർവ ജന്മസ്മൃതികൾ ഉണർത്തുമ്പോൾ തെറ്റും ശരിയും ഏതൊന്നും നിശ്ചയിക്കാനാവാത്ത ആയിരം ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളുടെ ലോകമല്ലേ എല്ലാ നല്ലവരുടെയും എല്ലാ മോശക്കാരുടെയും ഈ എല്ലാ ഹൃദയഭാഗങ്ങളിലും എല്ലാ കാലത്തും കിടക്കുക?